നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം മുഴുവൻ ഏറെ നടുങ്ങിയ ഒരു ആക്രമണമായിരുന്നു പഹൽഗാമിൽ ഭീകരർ നടത്തിയിട്ടുള്ളത്. അന്ന് നിരവധി സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അടക്കം തന്നെ മതം ചോദിച്ച് കൊലപ്പെടുത്തുന്ന ഭീകരരുടെ അതിക്രൂരത നമ്മൾ കണ്ടതാണ്. അതിന് കൃത്യമായിട്ടുള്ള തിരിച്ചടി, അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടി ഇന്ത്യ നൽകി കഴിഞ്ഞു. എന്നിട്ടും ഇപ്പോഴും ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കുന്നത് പാകിസ്ഥാൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തന്നെ, അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ഇന്ത്യ എടുത്തിട്ടുള്ള പല നിലപാടുകൾക്ക് ഇപ്പോഴൊരു മാറ്റമില്ല. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. ഭീകരർ ആക്രമണത്തിന് പഹൽഗാം മേഖല തെരഞ്ഞെടുക്കാനുള്ള കാരണമടക്കമുള്ള വിവരങ്ങളാണ് എൻഐഎ പുറത്തുവിട്ടത്. വിനോദസഞ്ചാരികളുടെ വൻ തിരക്കുള്ളതും എന്നാൽ സുരക്ഷാ സേനയുടെ വിന്യാസം താരതമ്യേന കുറവുള്ളതുമായ മേഖലയായതിനാലാണ് പഹൽഗാമിന് ആക്രമണത്തിനായി ഭീകരർ തെരഞ്ഞെടുത്തതെന്നാണ് എൻഐഎയുടെ കണ്ടെത്തൽ. 3 ഭീകരരാണ് പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിവെച്ചതെന്നും എൻഐഎ വിവരിച്ചിട്ടുണ്ട്. സംഭവ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ വെളിവാക്കി 2025 ഏപ്രിൽ 22-നായിരുന്നു രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണം നടന്നത്. 26 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. പ്രധാന ടൗണിൽ നിന്ന് ദൂരെയുള്ള ഈ പ്രദേശം ആക്രമണത്തിന് അനുകൂലമാണെന്ന് ഭീകരർ വിലയിരുത്തിയിരുന്നു. 2025 ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തെ നടുക്കുന്നതായിരുന്നു. ഈ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ-ഇ തൊയ്ബയുടെ ഒരു വിഭാഗമായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ആണ് ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. പഹൽഗാമിലെ ബൈസരൻ പുൽമേടുകളിൽ നിന്ന് പാഞ്ഞെത്തി ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. മതം ചോദിച്ചുള്ള ആക്രമണമായിരുന്നു നടന്നതെന്ന് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ വ്യക്തമാക്കി. കശ്മീർ താഴ്വരയിലെ വിജനമായ പ്രദേശവും വിനോദസഞ്ചാരികളുടെ സാന്നിധ്യവും കണക്കിലെടുത്ത് പഹൽഗാമിൽ ആക്രമണം നടത്താൻ ആക്രമികൾ കൃത്യമായ ആസൂത്രണം നടത്തിയിരുന്നതായി പ്രാഥമിക കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു. പ്രധാന സുരക്ഷാ സംവിധാനങ്ങളിൽ നിന്ന് വളരെ അകലെയായിരുന്നതിനാൽ സൈന്യത്തിന്റെ പ്രതികരണം വൈകുമെന്നതിനാൽ തീവ്രവാദികൾക്ക് ഒരു മുൻതൂക്കം നൽകി. ആക്രമണ സമയത്ത് അവർ അത് മുതലെടുത്തു. ഫോറൻസിക് സൂചനകൾക്കായി തീവ്രവാദികളിൽ നിന്ന് കണ്ടെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങൾ എൻഐഎ നിലവിൽ പരിശോധിച്ചു വരികയാണ്. ആക്രമണത്തിൽ ഉപയോഗിച്ച ആയുധങ്ങളുമായി സ്ഥലത്ത് നിന്ന് ശേഖരിച്ച ഒഴിഞ്ഞ വെടിയുണ്ടകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒത്തുനോക്കിയതോടെ തിരിച്ചറിഞ്ഞ ആക്രമണികളുടെ പങ്ക് കൂടുതൽ സ്ഥിരീകരിക്കുന്നു. കഴിഞ്ഞ മാസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ഭീകരരെയും ഉന്നത ലഷ്കർ കമാൻഡർ സുലൈമാൻ ഷാൻ, അഫ്ഗാൻ ജിബ്രാൻ എന്നിവരെ ഓപ്പറേഷൻ മഹാദേവിൽ കൊലപ്പെടുത്തിയതായി സ്ഥിരീകരിച്ചിരുന്നു. ഏപ്രിൽ 22-ലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം അവർക്ക് അഭയം നൽകിയവരാണ് അവരെ പഹൽഗാം ആക്രമികളായി തിരിച്ചറിഞ്ഞത്. പർവേസ് അഹമ്മദ് ജോത്തർ, ബഷീർ അഹമ്മദ് ജോത്തർ എന്നീ 2 തദ്ദേശീയ പുരുഷന്മാരുടെ സഹായത്തോടെയാണ് തീവ്രവാദികൾ അഭയം ഒരുക്കിയതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പിന്തുണയ്ക്കായി ഇവർക്ക് 3000 രൂപ പ്രതിഫലം ലഭിച്ചിരുന്നതായും പറയപ്പെടുന്നു. 2 വ്യക്തികളെയും അറസ്റ്റ് ചെയ്യുകയും അവരുടെ പങ്കാളിത്തത്തെക്കുറിച്ചും മറ്റു നെറ്റ്വർക്കുകളുമായുള്ള ബന്ധത്തെക്കുറിച്ചും ചോദ്യം ചെയ്യുകയും ചെയ്തു. ആക്രമണം നടത്താൻ സഹായിച്ച വലിയ ശൃംഖലയെ കണ്ടെത്തുന്നതിൽ ഊന്നൽ നൽകിക്കൊണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മേഖലയിൽ കൂടുതൽ ദുരുപയോഗ ശ്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രതയിലാണ്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകര സംഘടനകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായതോടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടിയാണ് നൽകിയത്. ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ട തിരിച്ചടി പാകിസ്ഥാൻ കടന്ന ഭീകര കേന്ദ്രങ്ങൾ അടക്കം തകർത്താണ് ഇന്ത്യ അവസാനിപ്പിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിയത്. 2025 ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തെ നടുക്കുന്നതായിരുന്നു. ഈ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ-ഇ തൊയ്ബയുടെ ഒരു വിഭാഗമായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ആണ് ആക്രമണത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. പഹൽഗാമിലെ ബൈസരൻ പുൽമേടുകളിൽ നിന്ന് പാഞ്ഞെത്തി ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. മതം ചോദിച്ചുള്ള ആക്രമണമായിരുന്നു നടന്നതെന്ന് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ വ്യക്തമാക്കി. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകര സംഘടനകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായതോടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടിയാണ് നൽകിയത്. ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട തിരിച്ചടി പാകിസ്ഥാൻ കടന്ന് ഭീകര കേന്ദ്രങ്ങൾ അടക്കം തകർത്താണ് ഇന്ത്യ അവസാനിപ്പിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലടക്കം ഇക്കാര്യം എടുത്തു പറഞ്ഞിരുന്നു. നമ്മുടെ സൈനികർ തീവ്രവാദികൾക്ക് നല്ല മറുപടി നൽകി. അവരെ പിന്തുണയ്ക്കുന്നവർക്കും തക്ക ശിക്ഷ കൊടുത്തു. മതം ചോദിച്ച് തീവ്രവാദികൾ നിഷ്കളങ്കരായ സഞ്ചാരികളെ വകവരുത്തുകയായിരുന്നു. സൈന്യത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. പാക് തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മുടെ സൈന്യം തകർത്തു.
ആണവായുധ ഭീഷണി മുഴക്കി ഇന്ത്യയെ വിരട്ടേണ്ട, ആ ബ്ലാക്ക് മെയിലിംഗ് നടപ്പാവില്ല, സിന്ധു നദീജല കരാറിൽ പുനരാലോചനയില്ല, രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല, ഇന്ത്യയിലെ ജലത്തിന്റെ അധികാരം ഇവിടുത്തെ കർഷകർക്കാണെന്നാണ് പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രതിഫലിച്ചതും ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയാണ്. പ്രതിരോധ ശക്തിയുടെ ആധാരം സ്വയം പര്യാപ്തതയാണ്. നമ്മുടെ ആയുധബലം ശത്രുവിനെ അമ്പരിപ്പിച്ചു. ഇന്ത്യയുടെ ആണവോർജ്ജ ശേഷി 10 ഇരട്ടി വർദ്ധിച്ചിരിക്കുന്നു. ഈ മേഖലയിൽ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. എല്ലാ മേഖലകളിലും രാജ്യം സ്വയം പര്യാപ്തത നേടുകയാണ്. ശൂന്യാകാശ മേഖലയിലും രാജ്യം സ്വയം പര്യാപ്തരായി എന്നും നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അതുകൂടി ഇന്ത്യ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ ഇനിയും ഇന്ത്യക്ക് നേരെ ഉയരുകയാണെങ്കിൽ വീണ്ടും ഇന്ത്യ ആയുധമെടുക്കും. വളരെ സംയമനം പാലിച്ചുകൊണ്ട് സമാധാനം തന്നെ പുലർത്തി ജീവിക്കുകയാണ് രാജ്യത്തെ ഓരോ ജനങ്ങളും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി നിഷ്കളങ്കരായ ജനങ്ങളെ വകവരുത്താനാണ് തീരുമാനമെങ്കിൽ അതിന് തക്കതായ മറുപടി ഇന്ത്യ നൽകിയിരിക്കും. നൽകിയ ചരിത്രവും ഇന്ത്യക്കുണ്ടാവും. ഏതായാലും ഇനിയും അറ്റാക്കുകൾ ഉണ്ടാകുമെന്നുള്ള ഭീഷണി തന്നെയാണ് പാകിസ്ഥാൻ പലപ്പോഴും നൽകിയിട്ടുള്ളത്. പക്ഷേ തദ്ദേശീയമായി തന്നെ നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങളുടെ കരുത്ത് പാകിസ്ഥാൻ അല്ലെങ്കിൽ ഭീകരവാദികൾ അറിഞ്ഞു. ഭീകരവാദികൾ മാത്രമല്ല, മറ്റുള്ള രാജ്യങ്ങൾക്കും ഇന്ത്യയുടെ കരുത്ത് ഇതോടുകൂടി ബോധ്യപ്പെട്ട നിമിഷം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയായിരിക്കും ഇന്ത്യ നൽകുക. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.